നമ്മുടെ നാട്ടിലെ റോഡുകളുടെ അവസ്ഥ കൊണ്ട് പലപ്പോഴും നമ്മുടെ വാഹനങ്ങളുടെ ടയറിൻ്റെ തേയ്മാനം വളരെ കൂടുതലാണ്. പക്ഷെ പലപ്പോഴും ടയർ മാറ്റാൻ സാധിക്കാത്ത ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടിയുള്ളതാണ് റീത്രെഡിങ്. റീത്രെഡിങ് ആണ് ഇനി ഫസ്റ്റ് റൈഡിൽ. യൂസ്ഡ് ടയർ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ, ഓൾമോസ്റ്റ് വേൺ ഔട്ട് ആയിട്ടുള്ള ടയർ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുക അതിനെ റിപ്പ് ചെയ്യുക എന്നുള്ളതാണ്. എക്സാമിൻ ചെയ്ത ശേഷം ടയറിനെ പ്ലൈനോട് ചേർന്ന് അതിൻ്റെ പഴയ ട്രെഡ് ചെത്തിക്കളയും. പഴയ റീട്രെഡ് ഉണ്ടാകുന്നത് നമ്മൾ ചെത്തി അത് ഈവനായിട്ട് ചെത്തി ഒരേ ഷേപ്പാക്കി എടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അതിന് നമ്മൾ കത്തി, വളരെ മൂർച്ചയുള്ള കത്തിയാണ് യൂസ് ചെയ്യണത്. അത് യൂസ് ചെയ്ത് അതിനെ ആദ്യം മുകളിലുള്ള ട്രെഡ് റബ്ബർ ചെത്തി മിനുക്കുകയാണ് ചെയ്യുന്നത്. കട്ട് ചെയ്ത ടയർ അതിന് പിന്നെ ബഫിംഗ് ആണ് അടുത്ത പ്രോസസ്സ്. ബഫിങ്ങിന് യൂസ് ചെയ്യുന്ന മെഷീനാണത്. ഈ മെഷീനിൽ കൊണ്ടുവന്ന് ടയർ ബഫ് ചെയ്യുന്നതാണ്. ബഫ് ചെയ്ത് അതിന് മുകളിൽ പാറ്റേൺസ് ഉണ്ടാക്കുകയും ആ പാറ്റേൺസിൽ റബ്ബർ സൊല്യൂഷൻ ഒഴിച്ച് അതിന് മുകളിൽ ട്രെഡ് റബ്ബർ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ട്രെഡ് റബ്ബർ. ഈ ട്രെഡ് റബ്ബർ സൊല്യൂഷൻ ഉപയോഗിച്ച് നേരത്തെ ബഫ് ചെയ്ത് വെച്ചിരിക്കുന്ന ടയർ മേലേക്ക് നമ്മൾ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ട്രെഡ് റബ്ബർ ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ റബ്ബറും ട്രെഡ് റബ്ബറും തമ്മിൽ ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രസ്സിങ് മെഷീനിൽ കൊണ്ടുവന്ന് ടൈറ്റ് ചെയ്ത് പ്രസ് ചെയ്യുന്നതാണ്. ഇത് ട്രെഡ് റബ്ബർ ടയറുമായിട്ടുള്ള ബന്ധം വിട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടി, സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ കാണുന്നത് ഈ ഇതിനെ നമ്മളൊരു മോൾഡിലേക്ക് ആക്കുകയാണ് ചെയ്തത്. ഈ മോൾഡിൽ വെച്ചിട്ട് പ്രീ ഹീറ്റഡ് മോൾഡിൽ കൊണ്ടുവന്ന് ഈ നമ്മൾ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ടയർ വെച്ച് അത് സെറ്റ് ചെയ്യാൻ അനുവദിക്കും. അത് 3 മുതൽ 4 മണിക്കൂർ വരെ സെറ്റ് ചെയ്ത് മോൾഡിൽ ഇരുന്ന് ചൂടായി അതിന് നമ്മൾക്ക് പ്രോസസ്ഡ് പുതിയ റീട്രെഡ് ടയറായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടും. ഇപ്പോൾ നമ്മൾ സ്റ്റീം റിലീസ് ചെയ്തതിന് ശേഷം ടയർ പുറത്തേക്ക് എടുക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്.